കീറപ്പെട്ടു എന്ന് പറഞ്ഞാൽ കലപ്പ വെച്ച് എപ്രകാരമാണോ വയലിൽ ഉഴുമ്പോൾ ഉഴവച്ചാലുകൾ കീറപ്പെടുന്നത് പോലെ യേശുവിന്റെ തോലുകൾ പൊട്ടി മാംസം ചിതറപ്പെട്ടു. വസ്ത്ര കഷ്ണം പിച്ച് ചിന്തുന്നത് പോലെ ആർക്കോ വേണ്ടിയല്ല സഹോദരനെ സഹോദരിയെ, ഇന്ന് പകർക്കാലം നിനക്ക് വേണ്ടി യേശുവിന്റെ ശരീരം ചിന്തപ്പെട്ടു. നിന്റെ രോഗം മാറുവാൻ, നിന്റെ ബലഹീനത വിട്ടുപോകുവാൻ ഇന്ന് പകൽ യേശുവിന്റെ അത്ഭുത സൗഖ്യത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടു. 39 പ്രാവശ്യം അവനെ അടിച്ചു. എന്തുകൊണ്ട് 39 പ്രാവശ്യം? വേദ പുസ്തകം പറയുന്നു, പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ അത്രേ ഉള്ളത്. ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള ആ 39 പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ പല മാരകരമായ രോഗങ്ങൾ ഉണ്ട്. ആ രോഗങ്ങൾ ഒന്നുപോലും നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും വരാതിരിക്കേണ്ടതിന് വേണ്ടി സാക്ഷാൽ യേശു നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു. യേശു കർത്താവ് നിങ്ങളുടെ വേദനകളെ ചുമന്നു. ആ യേശുവിന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഏതോ വലിയ നോട്ട് കൊടുക്കുമ്പോൾ ചെറിയ ചില്ലറ വാങ്ങുന്നത് പോലെ യേശു കർത്താവ് നിന്റെ വലിയ പ്രശ്നമായ രോഗത്തെ സ്വന്തം ശരീരത്തിന്മേൽ ഏറ്റെടുത്തു. ഞാൻ പറയട്ടെ, ഇന്ന് പകലുള്ള കർത്താവിന്റെ മഹത്വത്തിന്റെ സുവിശേഷം നിന്നെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. യേശു നിന്റെ TB ചുമന്നു, യേശു നിന്റെ HIV പോസിറ്റീവ് ചുമന്നു, യേശു കർത്താവ് നിന്റെ ക്യാൻസർ ചുമന്നു, യേശു നിന്റെ നിസാരമായ തുമ്മൽ പനി പോലും ചുമന്നു. ഇന്ന് പകൽക്കാലം അതൊന്നും നീ ചുമക്കേണ്ട കാര്യമില്ല. നിന്റെ സകല രോഗങ്ങൾ ഒരു പേപ്പറിൽ എഴുതി തന്നാൽ ഞാൻ പറയും, ഒരു കാരണവശാലും ഈ രോഗം നീ ചുമക്കേണ്ട. കാരണം കർത്താവ് യേശു ക്രിസ്തു ഈ രോഗത്തെ അവൻ ഏറ്റെടുത്ത്, യേശു കർത്താവ് ആ രോഗം ഏറ്റെടുത്തത് കൊണ്ട് ഇന്ന് പകൽ ദൈവകൃപയാൽ നിങ്ങൾക്ക് സൗഖ്യം പ്രാപിപ്പാൻ തക്കോണം കഴിയുന്നു. വേദപുസ്തകം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം, കർത്താവ് യേശുവിന്റെ കാലത്ത് ബെഥസ്ദ എന്ന് പറയുന്നതായ ഒരു കുളം യെരുശലേമിൽ ഉണ്ട്. ഇന്നും ആ കുളം നിലനിന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണുവാൻ കഴിയും. എന്താ ബെഥസ്ദ കുളത്തിന്റെ പ്രത്യേകത? വേദപുസ്തകം പറയുന്നു, വല്ലപ്പോഴും ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി അതിന്റെ വെള്ളം കലക്കും. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അതിന്റെ വെള്ളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ഒരുവൻ സൗഖ്യമാകും. നിങ്ങൾ കേട്ടോ, വല്ലപ്പോഴും ഒരുവൻ സൗഖ്യമാകും, വല്ലപ്പോഴും വെള്ളം കലങ്ങും, ഒരുവൻ സൗഖ്യമാകും. എന്നാൽ ഇന്ന് പകൽക്കാലം വല്ലപ്പോഴുമല്ല സൗഖ്യം വ്യാപരിക്കുന്നത്. 24 മണിക്കൂറും സൗഖ്യം നിങ്ങൾക്കുള്ളത് അത്രേ. ഒരുവനല്ല സൗഖ്യമാകുന്നത്, പിന്നെയോ വിശ്വസിക്കുന്ന സകലരും ഇന്ന് പകൽക്കാലം സൗഖ്യം ആകുന്നു. ഒരു പക്ഷേ ഇന്ന് പകൽ കേരളത്തിനകത്തോ ഇന്ത്യയുടെ ഏതോ ഭാഗത്തോ ലോകത്തിന്റെ ഏതോ കോണിലായിരിക്കാം ഈ അഭിഷേകത്തിന്റെ ദൂത നീ കേൾക്കുന്നത്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ കടന്നു വരുന്നു. കർത്താവ് യേശു അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്നവൻ അത്രേ. മാസങ്ങളോളം നിങ്ങൾ ചികിത്സിച്ച് കാണും. അനേക ഡോക്ടർമാരുടെ അടുക്കലേക്ക് മാറി മാറി പോയി കാണും. മെഡിക്കൽ റിപ്പോർട്ട് കേട്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. But whom shall believe the report of the Lord? ദൈവത്തിന്റെ റിപ്പോർട്ട് ആരാണ് വിശ്വസിക്കുന്നത്? എന്താ ദൈവത്തിന്റെ റിപ്പോർട്ട്? സാക്ഷാൽ യേശു നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു, യേശു നിങ്ങളുടെ വേദനകളെ ചുമന്നു, യേശുവിന്റെ ആടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്ന് ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരനെ സഹോദരിയെ, ഒരു സെക്കൻഡ് മതി കർത്താവിന് അത്ഭുതകരമായി ഇന്ന് പകൽക്കാലം നിന്നെ സൗഖ്യമാക്കാൻ. ആ ട്യൂമറിനെ മറയ്ക്കുവാൻ, മാതാവിയ ക്യാൻസറിനെ അപ്രത്യക്ഷമാക്കുവാൻ കർത്താവ് യേശുവിന് ഒരു സെക്കൻഡ് മതി. Because he is a God of all possibilities. ദൈവത്തിന് കഴിയാത്തത് ഒന്നുമേ ഇല്ല. അവന് തകർക്കാൻ കഴിയാത്ത ബന്ധനമില്ല, അവന് മാറ്റാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല, അവന് സൗഖ്യമാക്കാൻ കഴിയാത്തതായ രോഗങ്ങളില്ല. ഇന്ന് പകരം നിനക്കും എനിക്കും മധ്യത്തിൽ സൗഖ്യത്തിന്റെ കർത്താവ് യഹോവ റാഫ അവൻ നിന്നുകൊണ്ട് ഇരിക്കുന്നു. അവന് ഒരു സെക്കൻഡ് മതി. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഐക്യനാടിലെ ഒരു ഹൈവേയിൽ ഒരു യുവാവ് ഒരു ഫോർഡ് കാർ ഓടിച്ചു പോയി. അത് ചീത്തയായി സ്റ്റക്കായി ഹൈവേയുടെ സൈഡിലേക്ക് മാറ്റി നിർത്തി. കുറെ പേർ വന്നു നോക്കി, ആരൊക്കെയോ പണിത് നോക്കി. ചില പള്ളികളിൽ എത്ര നല്ല പ്രസംഗം കേട്ടാലും ചിലർക്ക് ഒരു മാറ്റവുമില്ലാതെ ഇരിക്കുന്നത് പോലെ, ഒരു മാറ്റവുമില്ലാതെ അനങ്ങാപ്പാറ പോലെ ഈ കാർ ഇരുന്നു. കുറെ മണിക്കൂറുകൾ കടന്ന് മുന്നോട്ട് പോയി. ആ കാറ് ഓടിച്ചു വന്ന സഹോദരൻ വളരെ വിഷമത്തിലായി. ഈ കാറ് സ്റ്റക്കായി പോയല്ലോ. കുറെ നേരം മുന്നോട്ട് പോയപ്പോൾ വളരെ വില കൂടിയതായ കാറിൽ വളരെ നന്നായി ഡ്രസ്സ് ധരിച്ച് ഒരു മനുഷ്യൻ വന്നിറങ്ങി. ആ മനുഷ്യൻ തിരിഞ്ഞ് നോക്കിയിട്ട് ആ കാറ് നിർത്തി ഇപ്രകാരം അവന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഫോർഡ് കാറ് കിടക്കുന്നത് കൊണ്ടാ ഞാൻ വന്നത്. എന്താ ഈ ഫോർഡ് കാറ് ഈ വഴിയിൽ ഇങ്ങനെ കിടക്കുന്നത്? അതിന്റെ ഉടമസ്ഥനായ ചെറുപ്പക്കാരൻ പറഞ്ഞു, അറിയില്ല സാർ, കുറെ പേർ പണിതു, എന്നിട്ടും ഇതിന് ഒരു മാറ്റവുമില്ല. എന്നാൽ വന്നതായ ധനികനായ
വളരെ നല്ല താഴ്മയോട് സംസാരിച്ച് നന്നായി വസ്ത്രധാരണം ചെയ്ത, മറക്കരുത്, വിലയേറിയ കാറിൽ വന്നതായ ആ മനുഷ്യൻ പറഞ്ഞു, ആരൊക്കെയോ പണിത് കാണും, പക്ഷെ ഞാനൊന്ന് നോക്കട്ടെ. പക്ഷെ യുവാവ് വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞു, ഒത്തിരി പേർ പണിതു, ആരൊക്കെയോ തൊട്ടോ, ഒരു വ്യത്യാസമുണ്ടായില്ല. പക്ഷെ ഈ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, ദയവായി ആ ബോണറ്റ് ഒന്ന് തുറന്നാട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. മനസ്സോടെ ആ സഹോദരൻ ബോണറ്റ് തുറന്നു. ആ കടന്നു വന്നതായി വ്യക്തി എങ്ങാണ്ട് ഒന്ന് തൊട്ടു. എങ്ങാണ്ടുണ്ട് തൊട്ട് ഒന്ന് നോക്കിയിട്ട് അവനോട് പറഞ്ഞു, ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാട്ടെ. അവൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതുവരെ മിണ്ടാതിരുന്നതായ കാർ സരസഗംഭീരമായി പ്രവർത്തിച്ചു. ഈ മനുഷ്യൻ, ഈ യുവാവ് വളരെ ആശ്ചര്യഭരിതനായി അവൻ ചോദിച്ചു, സർ, ഒത്തിരി പേർ പണിതാണ്, ഒത്തിരി പേർ പണിതിട്ടും ഈ കാറ് അനങ്ങാപ്പാറ പോലെ ഇരുന്നു. പക്ഷെ അവിടുന്ന് തൊട്ടപ്പോൾ അതെ, ഇത് നന്നായി അതെ പ്രവർത്തിച്ചു. അവിടുന്ന് ആരാണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഇത് ഫോർഡ് കാർ, എന്റെ പേര് ഹെൻറി ഫോർഡ്. ഇത് ഫോർഡ് കാർ, എന്റെ പേര് ഹെൻറി ഫോർഡ്. ഞാൻ ലോക്കൽ വർക്ക്ഷോപ്പുകാരനല്ല, ഞാൻ ഈ കാറിന്റെ നിർമ്മാതാവ് അത്രേ. ഫോർഡ് കമ്പനി എന്റേതത്രേ. ഞാൻ ലോക്കൽ വർക്ക്ഷോപ്പുകാരനല്ല, ഞാൻ ഈ കാറിനെ നിർമ്മിച്ചവനത്രേ. നിർമ്മിച്ച എനിക്കറിയാം എവിടെ തൊടണമെന്ന്, നിർമ്മിച്ച എനിക്കറിയാം എവിടെ പിടിക്കണമെന്ന്, നിർമ്മിച്ച എനിക്കറിയാം എവിടെ തകരാറെന്ന്. ധൈര്യമായിരിക്കാം സഹോദരങ്ങളെ. ഇന്ന് പകൽക്കാലം ഒരു കൂട്ടം ഡോക്ടർമാരല്ല നിങ്ങൾ നിർമ്മിച്ചത്, ഒരു കൂട്ടം അതെ ഏതോ മെഡിക്കൽ കോളേജല്ല നിങ്ങൾ ഡിസൈൻ ചെയ്തത്. യഹോവ റാഫ എന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവം നിന്റെ ഉച്ചം തല മുതൽ ഉള്ളം പാദം വരെയുള്ള കോടിക്കണക്കിന് കോശങ്ങൾ നിർമ്മിച്ച് ദൈവത്തിന്റെ കൃപയിൽ നിങ്ങളെ പാലിക്കുന്നുവെങ്കിൽ എവിടെയാണ് പ്രശ്നം? എവിടെയാണ് രോഗം? സ്കാനിങ്ങിന് കഴിയാത്തത്, എക്സ്റേക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, ഡോക്ടർമാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം കർത്താവ് യേശു നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇന്നലകളിൽ മനുഷ്യൻ പറഞ്ഞ റിപ്പോർട്ടുകളെ മറക്കുക. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടത് സാക്ഷാൽ നിങ്ങളുടെ രോഗങ്ങളെ വഹിക്കുവാൻ, നിങ്ങളുടെ വേദനകളെ ചുമക്കുവാൻ. അതുകൊണ്ട് ആ യേശുവിന്റെ ആടിപ്പിടരാൽ ഇന്ന് പകൽ നിങ്ങളിലേക്ക് ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾ അതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ റൂമിലേക്ക് പെയ്തിറങ്ങുന്ന മഞ്ഞു പോലെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം, വീര്യം പ്രവർത്തിക്കുന്ന കരം, അടയാളങ്ങളെയും അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം നിങ്ങൾ തൊടുവാൻ വേണ്ടി പോകുന്നു. ഈ സ്ക്രീനിലേക്ക് ദയവായി 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 നിങ്ങളുടെ 2 കരങ്ങളെ നീട്ടി പ്രാർത്ഥിച്ചാട്ടെ. അനേകർ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. വിശ്വസ്തനായ ദൈവമേ, സ്വർഗസ്ഥനായ കർത്താവേ, എന്ത് ഇന്ന് പകൽ ഈ ജനത്തോട് പറയണമെന്ന് അവിടുന്ന് ആവശ്യപ്പെട്ടോ അത് മാത്രം അടിയൻ പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സഹോദരങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന സകല രോഗത്തിന്റെ ശക്തികളെ, എല്ലാ വേദനകളെ നസ്രേന യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. മേലെ സ്വർഗത്തിൽ, താഴെ ഭൂമിയിൽ, ഭൂമിക്ക് താഴെ പാതാളത്തിൽ, സകല നാമങ്ങൾക്ക് മേലായ നസ്രേന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ബലഹീനതകൾ ഈ ജനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. എല്ലാ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ചാൾസ് എന്ന് പേരുള്ള ഒരു സഹോദരൻ കർത്താവ് തൊട്ട് ഇന്ന് പകൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. നിരന്തരമായി നിന്നെ അലട്ടുന്ന രോഗക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ മറയുന്നു. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ശോഭ എന്ന് പേരുള്ള ഒരു സഹോദരി കർത്താവ് തൊടുന്നു. ശോഭ, യേശുവിൻ നാമത്തിൽ നിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ബലഹീനതകൾ വിട്ടുമാറുന്നു. നന്ദി കർത്താവേ. 54 വയസ്സ് പ്രായമുള്ള ഒരു പിതാവ് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊരു ഹൃദയരോഗിയാണ്, നിന്റെ പേര് രാജൻ എന്നാണ്. രാജൻ, യേശുവിന്റെ നാമത്തിൽ ദൈവം നിന്നെ വിടുവിക്കുന്നു. എന്റെ ഒഫീഷ്യൽ നെയിം മറ്റൊന്നായിരിക്കും. രാജൻ, ഇപ്പോൾ തന്നെ നിന്റെ മാരകമായ ഹൃദയ രോഗം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മറയുന്നു. സൗഖ്യം പ്രാപിക്കുക. ഓരോ കുഞ്ഞിലേക്ക്, ഓരോ പിതാവിലേക്ക്, ഓരോ മാതാവിലേക്ക്, ഓരോ അതെ വ്യക്തികളിലേക്ക് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യം, കർത്താവിന്റെ സൗഖ്യം, യേശുവിന്റെ സൗഖ്യം യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. പൂർണ്ണമായി ഈ ജനത്തെ അവിടെ നിന്ന് തൊട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സാക്ഷാൽ അവിടെ ഞങ്ങളുടെ രോഗങ്ങളെ, വേദനകളെ ചുമന്നത് ഈ പ്രിയപ്പെട്ടവർ സൗഖ്യമാകുവാനത്രേ. തമ്പുരാനെ, അവിടെ നിന്ന് ചെയ്യുന്ന കൃപയ്ക്കാ നന്ദി, തൊട്ട് കഴിഞ്ഞ കൃപയ്ക്കാ നന്ദി. ഉച്ചം തല മുതൽ പാദത്തിലേക്ക് ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. പൂർണ്ണ വിടുതനായി സ്തോത്രം. എല്ലാ മഹത്വമയേക്ക് യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അതേ സഹോദരങ്ങളെ, നിരന്തരമായി ദൈവത്തെ സ്തുതിക്കുക. നല്ല സഭകളിൽ പോയി ദൈവവചനം പഠിപ്പിക്കുന്ന, ദൈവാത്മാവ് ചലിക്കുന്ന സഭകളിൽ പോയി ദൈവത്തെ ആരാധിക്കുക. ഈ സൗഖ്യത്തിൽ നിൽക്കുക, ദൈവകൃപയിൽ മുന്നേറുക. മറക്കരുത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടത് നിങ്ങൾ
അത്ഭുതകരമായി സൗഖ്യമാക്കുവാൻ അത്രേ. ആമേൻ. Even to the place it goes down, we're giving you praise, giving you praise. From sun-kissed islands, and even where the cold wind blows, we're giving you praise, giving you praise. Even in the night when the sun goes down, we're giving you praise, Giving you praise, passing it along as the world goes round, we're giving you praise. We're lifting our faces, looking at the one we all love. We're giving you praise, giving you praise. All colors and races, joining with the angels above. We're giving you praise, giving you praise.